വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. തൊഴിൽ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകൾക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴിക്കായി 10 കോടി രൂപ അനുവദിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3170 കോടിയും കേര വികസനത്തിന് 100 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസവും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ്. ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സർ. ഞങ്ങൾ വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. 1 കോടി മനുഷ്യരിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ധനസഹായങ്ങളും 5 ലക്ഷം മനുഷ്യർക്ക് കിടപ്പാടവും 1 കോടിയിലധികം പേർക്ക് സൗജന്യ ചികിത്സയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനവും കടക്കണിയിൽ വീണവർക്ക് കിടപ്പാടം സംരക്ഷിച്ചു കൊടുക്കലും സർക്കാർ പള്ളിക്കൂടങ്ങളും സർക്കാർ ആശുപത്രികളും മികച്ചതാക്കലുമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് സർ. ആ രാഷ്ട്രീയം ഓരോ നിശ്വാസത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സർ. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളുമായാണ് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. വ്യവസായ, ഗതാഗത, ടൂറിസം, സ്ത്രീ സുരക്ഷ, വയോജനക്ഷേമ, വിദ്യാഭ്യാസ മേഖലകൾക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. എല്ലാ മേഖലകളിലും കേരളം മാതൃകയായി മാറുകയാണെന്ന് ബജറ്റ് അവതരണ പ്രസംഗത്തിൽ ബാലഗോപാൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തും. റോഡ് അപകടങ്ങൾക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. തലസ്ഥാനത്ത് VS-ന് സ്മാരകം നിർമ്മിക്കും. വയോജനങ്ങൾക്ക് റിട്ടയർമെന്റ് ഹോമുകൾക്കായി 30 കോടി രൂപ അനുവദിച്ചു. MC റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 5217 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും. തദ്ദേശ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തും. ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും ഗിഗ് ഹബ്ബുകൾക്കായി 20 കോടി രൂപയും വകയിരുത്തി. പഴയ ഓട്ടോറിക്ഷകൾക്ക് പകരം ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ 40,000 രൂപ സബ്സിഡി നൽകും. ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ഹരിതകർമ്മ സേനയ്ക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് നൽകും. ലൈബ്രറിയന്മാരുടെ അലവൻസ് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തോപ്പിൽ ഫാസി, PG ആന്റണി, KT മുഹമ്മദ് എന്നിവർക്കായി സ്ഥിരം നാടക തിയേറ്ററുകൾ ആരംഭിക്കും. കായംകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നാടകഗൃഹങ്ങൾ ആരംഭിക്കുന്നത്. കലാകാരന്മാർക്കുള്ള ഉപജീവന റൂറൽ ആർട്ട് ഹബ്ബുകൾക്ക് 5 കോടി രൂപ അനുവദിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കും. സാംസ്കാരിക വിനിമയത്തിനായി പിണറായിയിൽ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തുടങ്ങും. പട്ടികജാതി ക്ഷേമ വികസനത്തിനായി 3507 കോടി രൂപ വകയിരുത്തി. ഭൂമി നൽകാനായി 177 കോടിയും നീക്കിവെച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ പഠന സ്കോളർഷിപ്പിന് 4 കോടി രൂപ വകയിരുത്തി. പട്ടികജാതി വിഭാഗങ്ങൾക്കായി പാർപ്പിട പദ്ധതിക്ക് 746 കോടി രൂപ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ന്യൂനപക്ഷ റിസർച്ച് സെന്റർ ആരംഭിക്കും. പട്ടികജാതി വിഭാഗത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് 70 കോടി രൂപ നൽകും. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം ഏപ്രിൽ മുതൽ വർദ്ധിപ്പിച്ച് പ്രാബല്യത്തിൽ വരുത്തും. കേര വികസനത്തിന് 100 കോടിയും ജൈവകൃഷി പ്രോത്സാഹനത്തിനായി 5 കോടിയും നെൽകൃഷി വികസനത്തിനായി 150 കോടിയും ഹൈടെക് കൃഷിക്ക് 10 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഫെബ്രുവരി 1 മുതൽ മെഡിസെപ്പ് 2.0 ഏർപ്പെടുത്തും. കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. ക്യാൻസർ രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും എയ്ഡ്സ് ക്ഷയബാധിതർക്കുമായി പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ചു. റോഡ് അപകടങ്ങളിലെ ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും. പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി 57 കോടി രൂപ നീക്കിവെച്ചു. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ ആരംഭിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും ബജറ്റ് നിർദ്ദേശിക്കുന്നു. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി അക്കാദമിക് കൊളാബറേഷന് 2 കോടി രൂപ വകയിരുത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകും. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1128 കോടിയും സർവകലാശാലകൾക്ക് 250 കോടിയും നീക്കിവെച്ചു. താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ ഇനി ഉന്നത വിദ്യാഭ്യാസം മുടങ്ങില്ല. പൊതു ഹോസ്റ്റലുകൾ ഇതിനായി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് പൊതു ഹോസ്റ്റലുകൾ ആരംഭിക്കുക. തൊഴിലുറപ്പ് പദ്ധതിക്കായി പുതുതായി 1000 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. വർക്ക് നിയർ ഹോം പദ്ധതിക്കായി 200 കേന്ദ്രങ്ങളിലേക്ക് 150 കോടി നീക്കിവെച്ചു. കണക്ട് ടു വർക്ക് പദ്ധതിക്കായി 400 കോടി രൂപയാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. IT മേഖലയ്ക്കായി 548 കോടി രൂപ വകയിരുത്തി. പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിക്ക് 50 കോടിയും റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴിക്ക് 10 കോടി രൂപയും അനുവദിച്ചു. വ്യവസായ മേഖലയ്ക്ക് 1973 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പരമ്പരാഗത വ്യവസായ
വ്യവസായങ്ങൾക്കുള്ള വിഹിതം 242.32 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. കൈത്തറി മേഖലയ്ക്കായി 59 കോടി രൂപ നീക്കിവെച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്ര സാമ്പത്തിക പുനരൂപീകരണ പദ്ധതിക്കായി 294.60 കോടി രൂപ വകയിരുത്തി. അതിവേഗ റെയിൽപാത പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടിയും ഉൾനാടൻ ജലഗതാഗതത്തിനായുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി 138 കോടി രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയ്ക്കായി 413 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. തീർത്ഥാടന ടൂറിസത്തിൽ കോട്ടയം മരിയൻ പള്ളിയെ ഉൾപ്പെടുത്താനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3820 കോടി രൂപയും ഷീ വർക്ക് സ്പേസിനായി 20 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വയോജനങ്ങൾക്ക് റിട്ടയർമെന്റ് ഹോമുകൾക്കായി 30 കോടി രൂപയും അനുവദിച്ചു. ന്യൂസ് ഡെസ്ക്.